കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കോൺക്രീറ്റിംഗ് നടത്തിയ റോഡുകളും കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ആണ്ടുകാട്ടുകുളവും നാടിന് സമർപ്പിച്ചു. പ്രസിഡന്റ് ശ്രീഹരി കോട്ടിരേത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കോൺക്രീറ്റിംഗ് നടത്തിയ വയലിൽകുന്നേൽ മിലൻ നെസ്റ്റ് റോഡ്, ഇല്ലംപ്ലാവിൽ റോഡ് എന്നിവയും കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ആണ്ടുകാട്ടുകുളം എന്നിവ നാടിന് സമർപ്പിച്ചു. അതും പഞ്ചായത്തിന്റെ സെക്രട്ടറിമാരുടെ, ഇപ്പോൾ സെക്രട്ടറി ഈ 6 മാസമായുള്ളൂ വന്നിട്ട്, ആ സെക്രട്ടറിയുടെ സഹകരണത്തോടുകൂടിയാണ് ഇപ്പോൾ ഈ ചെയ്തത്. നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും പ്രത്യേകിച്ച് തൊഴിലുറപ്പ് ജീവനക്കാരുടെയും ഒക്കെ സഹകരണത്തോടു കൂടിയാണ് ഈ വികസന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ സമഗ്ര വികസനം തന്നെ യാഥാർത്ഥ്യമാക്കി. ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഇവിടെ ഫ്ലെക്സ് നിങ്ങൾ കണ്ടിരുന്നല്ലോ. ആദ്യം വികസനം പിന്നെ രാഷ്ട്രീയം, അതായിരുന്നു ഞങ്ങളുടെ മുദ്രാവാക്യം. ഇപ്പോഴും അത് തന്നെ, ആദ്യം വികസനം പിന്നീട് രാഷ്ട്രീയം. അത് 100% പാലിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ യോഗത്തിലും ഈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമല്ലോ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചൂണ്ടിക്കാണിക്കുന്നു. നമുക്കറിയാം, മിക്കവാറുമുള്ള ഇനി ഒരു റോഡ് പോലും ചെയ്യാൻ ബാക്കിയില്ല. ഒരു റോഡ് നമ്മുടെ മുന്നിലുള്ളത് ഈ കളത്തട്ടിന്റെ അവിടുന്ന് പനയന്നാർകാവ് വിവിധ വാർഡുകളിലായിട്ട് പോകുന്ന ഈ മെയിൻ റോഡാണ്. അതിന് പഞ്ചായത്ത് ഫണ്ട് വെക്കാൻ കഴിയില്ല. അത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഈ കൃഷ്ണപുരം ഡിവിഷനിലെ അഡ്വക്കേറ്റ് ബിബിൻ സി ബാബുവിനെ കൊണ്ട് അത് 30 ലക്ഷം രൂപയ്ക്ക് എസ്റ്റിമേറ്റ് എടുത്തു. ആ വർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടി, ടെക്നിക്കൽ സാങ്ഷൻ കിട്ടി. ടെൻഡർ നടപടി സ്വീകരിക്കാൻ പോയപ്പോൾ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. രാഷ്ട്രീയ അന്ധത മൂലം ബിബിൻ സി ബാബു പാർട്ടി വിട്ടുപോയി, CPM വിട്ടുപോയി. അദ്ദേഹം BJP-യിലേക്ക് വന്നു, ദേശീയതയിലേക്ക് വന്നു. ചിലപ്പോൾ ഒരു പക്ഷേ ആ പാർട്ടിക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നും എൻ്റെ പാർട്ടിയിൽ നിന്നും ഒരാൾ വിട്ടുപോകുമ്പോൾ അവരോട് ചിലപ്പോൾ നമുക്ക് കൂറ് കാണില്ല. അത് വേണ്ട, നിങ്ങൾ അദ്ദേഹത്തോട് വിരോധം കണ്ടോ. പക്ഷെ ജനങ്ങൾ എന്ത് വേണം? ജനങ്ങൾ എന്ത് വേണം? ആ ജനങ്ങൾക്ക് വേണ്ടി ആ കോൺട്രാക്ട് കൊടുക്കേണ്ടിയിരുന്നില്ലേ? ആ ഫണ്ട് അനുവദിച്ചപ്പോൾ, അതിന്റെ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിയപ്പോൾ, അതിനു മുമ്പ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയപ്പോൾ, ആ പണി എഞ്ചിനീയറും എല്ലാം വന്ന് ഈ റോഡ് അളന്ന് എല്ലാം തിട്ടപ്പെടുത്തി വർക്ക് ടെൻഡർ നടപടി സ്വീകരിച്ചപ്പോൾ ആ വർക്ക് ക്യാൻസൽ ചെയ്തു. രാഷ്ട്രീയ തിമിരം. മെമ്പർ രാജിവെച്ചു പോയില്ലേ? എന്നാ ഒന്ന് കാണട്ടെ. അത് ആരോടാ വെല്ലുവിളി? ജനങ്ങളോടാ. നിങ്ങൾ ആലോചിക്കണം, ജനങ്ങളോടാണോ വെല്ലുവിളിക്കേണ്ടത്? അതുകൊണ്ടാണ് ഇന്നും നമുക്കൊക്കെ മനപ്രയാസം നൽകിക്കൊണ്ട് ആ റോഡ് ഭാഗം ഇങ്ങനെ ഇളകി മറിഞ്ഞു കിടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം പാറയിൽ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടിരേത്ത് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 റോഡുകളുടെ ഉദ്ഘാടനമാണ് ഇന്ന് ചെയ്തത്. അതേപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റിന്റെ ടൈഡ് ഫണ്ട് ഉപയോഗിച്ച്, സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ ടൈഡ് ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു കുളത്തിന്റെ ചുറ്റുമതിൽ കെട്ടി വൃത്തിയാക്കിയിരിക്കുകയാണ്. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ പൊതുകുളം നവീകരണത്തിന്റെ ഭാഗമായിട്ട് 3 കുളങ്ങളാണ് നമ്മൾ നവീകരിച്ചിട്ടുള്ളത്. ഒന്ന് അന്തിക്കാട്ടുകുളം, ഒന്ന് അമ്പനാട്ടുകുളം, ഒന്ന് ഉണക്കയത്ത് കുളം. ഇതെല്ലാം, ഈ കുളങ്ങളെല്ലാം മലിനപ്പെട്ട് കിടന്നിരുന്നതാണ്. നമുക്ക് ഇനിയും ഇതിന്റെ കുറച്ച് വർക്കുകളൂടെ ചെയ്യാനുണ്ട്. ഇതിന്റെ ചുറ്റുവട്ടം നമുക്ക് ഇന്റർലോക്ക് ചെയ്ത് വൃത്തിയാക്കി അരമുതലും കിട്ടുന്നതായിരിക്കും. എനിക്ക് ഈ കുളം എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഈ സെന്റ് ജോൺ സ്കൂളിൽ മുരുകുമൂടിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് തോന്നി ഈ കുളം ഇതിന്റെ ഏകദേശം ഒരു പകുതിയും കൂടെ ഉണ്ടായിരുന്നു. വലിയ കുളമായിരുന്നു. അതിനകത്ത് കുറെ കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പണിയെല്ലാം തീർന്നതിന് ശേഷം നമ്മൾ ഈ പൊതുകുളങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ കുളങ്ങളെല്ലാം അളക്കുന്നതിന് വേണ്ടി നമ്മൾ താലൂക്ക് സർവേർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കുളം എന്നുള്ളതല്ല, നമ്മുടെ പൊതുകുളങ്ങളെല്ലാം തന്നെ. ഈ വാർഡിൽ MLA-യുടെ ഒരു ഫണ്ടുകൾ കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ അറിവ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാർഡിൽ ഇപ്പോഴും 1,65,00,000 രൂപയുടെ വർക്ക് MLA തന്നിട്ടുണ്ട്. അത് MLA ആയിട്ടുള്ള ഒരു വ്യക്തിബന്ധം കൊണ്ടാണ്. എനിക്കൊരു 20 വർഷമായിട്ട് MLA ആയിട്ട് നല്ല വ്യക്തിബന്ധമുള്ള ഒരാളാണ്. അതിൽ ഇപ്പം പനയനാറാവ് സ്കൂളിൽ അവിടുന്ന് കിഴക്കോട്ടുള്ള റോഡ്, കാരാവള്ളി ജംഗ്ഷൻ വരെയുള്ളത്, കാരാവള്ളി ജംഗ്ഷൻ തെക്കോട്ട് NSS കരയം റോഡ്, അവിടുന്ന് കിഴക്കോട്ട് പാറയ്ക്കമുക്കിലോട്ട് പോകുന്ന റോഡിൽ കാഞ്ഞിക്കുളം ജംഗ്ഷൻ വരെ 1,65,000. എനിക്ക് നേരത്തെ തന്നെ നമ്മുടെ ഈ കൊച്ചാലമൂട് പനയനാർകാവ് റോഡിന്റെ ഭാഗമായ പനയനാർകാവ് ജംഗ്ഷൻ തൊട്ട് വടക്കോട്ട് അമ്പലത്തിന്റെ വടക്കുവശം വരെ ചെയ്യാൻ പറ്റിയില്ല, ഫണ്ട് തികഞ്ഞില്ല. അതിന് MLA എനിക്കൊരു 9 ലക്ഷം രൂപ തന്നിരുന്നു. അതേപോലെ പനയനാർകാവ് ജംഗ്ഷൻ ഒരു മിനിമാസ് ലൈറ്റ് തന്നിരുന്നു. പക്ഷേ ഈ ഫണ്ടുകളൊന്നും നമുക്ക് 4ാം വാർഡ് കിട്ടിയിട്ടില്ല. പിന്നെ അതേപോലെ രാധാകൃഷ്ണൻ മെമ്പർ പറഞ്ഞ പോലെ
മെമ്പർമാരായ ശരത് കുമാർ പാട്ടത്തിൽ, ശ്രീലത ജ്യോതികുമാർ, പഞ്ചായത്ത് സെക്രട്ടറി ബിജു, അക്രഡിറ്റഡ് എഞ്ചിനീയർ ആരാധന, സുജാത, മോനിഷ, ശ്രീവിദ്യ, മാരുതി ഗോപാലകൃഷ്ണൻ, സുജ തുടങ്ങിയവർ സംസാരിച്ചു. സുജാത എഴുതിയ പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.